പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കൂട്ടായ്മ ദൈവം നൽകി വീണ്ടും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി നിൽക്കുവാൻ എന്നെയും കുടുംബത്തെയും വിശ്വസ്തനെ നെണ്ണി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം ഈ പ്ലാറ്റ്ഫോമിലൂടെ എത്തിക്കുവാൻ കർത്താവിൽ പ്രാർത്ഥനയോടെ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്ന ഗാനം ഓരോ ഓർമ്മയ്ക്കായല്ല, ജീവിക്കുന്ന രക്ഷിതാവിനെ സ്തുതിക്കാൻ. ശൂന്യ കല്ലറയുടെ ശബ്ദം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ ശൂന്യകല്ലറ സാക്ഷിയാകുന്നു, മരണം തോറ്റി ജീവൻ ജയിച്ചു. കല്ലു നീങ്ങി ഭയം മാറി പുതിയ പ്രഭാതമൂദിച്ചു. ഉയർത്തെഴുന്നേറ്റ രാജാവേ, നിന്റെ നാമം ഉയരട്ടെ. എൻ മരിച്ച സ്വപ്നങ്ങളിൽ നിന്റെ ശ്വാസം നിറയട്ടെ. ിലിരിക്കുന്നു നീ സകലത്തിനും മേലായി. എൻ പ്രശ്നങ്ങൾ താഴെ നിന്റെ കാൽ കീഴായി. ഞാൻ കല്ലറയുടെ കഥയല്ല, ഉയർപ്പിന്റെ സാക്ഷിയാണ്. ഞാൻ താഴെയുള്ളവൻ അല്ല, സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവൻ. ജീവിക്കുന്ന പ്രത്യാശ നീ, എൻ ആത്മാവിന്റെ ജ്വാല നീ. ഉയർപ്പിന്റെ ശക്തിയിൽ എൻ ജീവിതം പുതുതായി. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ഇന്ന് രാത്രി ആ ക്രൂശിൽ വെളിപ്പെട്ട ആ ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് ഈ സന്ദേശം കേൾക്കുവാൻ ആമേൻ ഇന്ന് രാത്രിയിലും ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയ കർത്താവിന് നന്ദിയോടെ എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ആമേൻ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് ആമേൻ പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി സാധാരണ ഒരു രാത്രിയല്ല, ആമേൻ ക്രൂശിന്റെ വേദനയ്ക്ക് ശേഷം വന്ന മഹത്വത്തിന്റെ രാത്രിയാണ്.
ആമേൻ ഈ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആമേൻ നമ്മുടെ കർത്താവിന്റെ ജനനം, ആമേൻ നമ്മുടെ ജനനം, ആമേൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ ജീവിതം, നമ്മുടെ ജീവിതം, ആമേൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലെ മരണം, ആമേൻ നമ്മുടെയും മരണം. ഹല്ലേലൂയ. അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം, ആമേൻ നമ്മുടെയും പുനരുദ്ധാനം. ഹല്ലേലൂയ. ഈ വിഷയങ്ങളാണ് നാം തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ ക്രൂശിലെ വേദനയ്ക്ക് ശേഷം വന്ന മഹത്വത്തിന്റെ രാത്രിയാണ് ആമേൻ ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്നത്. ക്രൂശ് പറഞ്ഞത് വില അടച്ചിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഉയർപ്പ് പറയുന്നത് മരണം ജയിച്ചിരിക്കുന്നു. ആമേൻ സ്വർഗാരോഹണം പറഞ്ഞത് അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ആമേൻ ഇന്ന് നാം ഒരു ശൂന്യ കല്ലറയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നില്ല. ആമേൻ ഒരു ശൂന്യ സിംഹാസനത്തെ കുറിച്ചുമല്ല. ആമേൻ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ആമേൻ ഒരു ജീവിക്കുന്ന രക്ഷിതാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ആമേൻ നാം ചിന്തിക്കുവാനായി പോകുന്നത്. ആമേൻ മത്തായി സുവിശേഷം ആമേൻ 28-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം ഇപ്രകാരം അഭിഷേകത്തിലൂടെ രേഖപ്പെടുത്തി, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അതേ പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ യേശു വീണ്ടും വരും. ആമേൻ അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തപ്പെട്ടു, അവൻ വരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒരു ഓർമ്മയല്ല, ഒരു ജീവനുള്ള പ്രത്യാശയാണ്. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവജനം ആമേൻ കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളോട് ഇടപെടണമേ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആമേൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തണമേ, അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, ആമേൻ ഈ രാത്രിയിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രി കൂടി വരുന്ന ജനത്തിനായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ശൂന്യ കല്ലറയുടെ മഹത്വം, ആമേൻ ആ സ്വർഗാരോഹണത്തിന്റെ അധികാരം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആമേൻ പകരുവാനിടയാക്കണമേ. പരിശുദ്ധാത്മാവേ, ആമേൻ ഇന്ന് രാത്രി ആമേൻ അതേ വചനത്തെ വെറും ആമേൻ അക്ഷരമാക്കിയല്ല, അതേ ശക്തിയാക്കി മാറ്റണമേ. മരിച്ചിരിക്കുന്ന പ്രതീക്ഷകൾക്ക് ഉയർപ്പ് തരണമേ, അതേ താഴ്ന്നിരിക്കുന്ന മനസ്സുകൾക്ക് ഉയർച്ച തരണമേ. ഭൂമിയോട് ബന്ധിക്കപ്പെട്ട ആമേൻ ദൃഷ്ടിയെ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. ഈ ശുശ്രൂഷയിൽ അവിടുന്ന് സംസാരിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി ആമേൻ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവാം ദൈവമേ കൃത്യമായി അവിടുന്ന് ഇടപെടുമാറാകണമേ. ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും അധികാരത്തോടെ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം, ജനത്തെ അവിടുന്ന് ഒരുക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സന്തോഷമുള്ളവർ അക്കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ആഴ്ചയുടെ ഒടുവിലത്തെ ആമേൻ രാത്രി ആയതുകൊണ്ട് എനിക്കറിയാം ആമേൻ എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ആമേൻ ഒരു ഓട്ടത്തില്. നാളെ ആമേൻ ഞായറാഴ്ച ആമേൻ ആകെ കിട്ടുന്ന ആമേൻ ഒരു ദിവസമാണ്. പലരും ആരാധനയ്ക്ക് വേണ്ടി ആമേൻ തയ്യാറാകുന്നു. ആമേൻ പലരും നാളത്തെ ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി നേരത്തെ ഉറങ്ങുവാൻ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ പലരും പല തിരക്കിനോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന വരുദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആമേൻ ഉയർപ്പ് അതേ മരണത്തിനുമേൽ പ്രഖ്യാപിച്ച വിജയം. ഹല്ലേലൂയ. പ്രിയരെ, ക്രൂശിൽ യേശു
യേശു പറഞ്ഞു അവസാനിച്ചു. ആമേൻ. പക്ഷേ ശത്രു പറഞ്ഞു ആമേൻ, അതെ, ശത്രു കരുതിയത് എല്ലാം അവസാനിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഞായറാഴ്ച രാവിലെ ആ കല്ലറ തുറന്നപ്പോൾ ദൈവം ലോകത്തോട് പറഞ്ഞു, ഇത് ആമേൻ ഒരു തുടക്കമാണ്. ഇത് അവസാനമല്ല, ആമേൻ, ഇത് തുടക്കമാണ്. വായിക്കാം മത്തായി സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ കിടന്ന സ്ഥലം വന്നു കാണി. അവൻ കിടന്ന സ്ഥലം വന്ന് കാണി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്ഷണിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ വചനം നിറവേറിക്കൊണ്ടിരുന്നത് പോലെ ഇന്ന് രാത്രിയിലും നിങ്ങൾ കേട്ട ഓരോ ദൈവിക ദൂതുകളും നിറവേറുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇവിടെ ഇല്ല. ആമേൻ. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ വാക്യം ഒരു വാർത്ത മാത്രമല്ല, ഒരു പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. കല്ല് നീങ്ങിയത് കൊണ്ട് യേശു പുറത്തു വന്നതല്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുവിനെ ആമേൻ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് അന്നത്തെ ഭരണകൂടങ്ങൾ, അന്നത്തെ ഭരണ സംവിധാനങ്ങൾ ആമേൻ ആ കല്ലറയുടെ മുമ്പിൽ റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തുവാനിടയായി. മാത്രമല്ല ഒരു ഭാരമേറിയ കല്ല് ഉരുട്ടി വെച്ചു. അത് മാത്രമല്ല 2 പടയാളികളെ കാവൽ നിർത്തി. ആമേൻ. ഇത്ര മാത്രം. ആമേൻ. അതെ, ആ ഉറപ്പ് ആമേൻ യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ആമേൻ അത് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. കല്ല് നീങ്ങിയത് കൊണ്ട് യേശു പുറത്തു വന്നതല്ല. ആമേൻ. അവൻ ഇതിനകം ഉയർത്തെഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. കല്ല് നീങ്ങിയത് ആമേൻ ലോകം കാണേണ്ടതില്ല. ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിലെ കല്ലുകൾ നീങ്ങുന്നത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള തെളിവാണ്. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 55, 56, ആമേൻ 57 ആമേൻ വാക്യങ്ങളിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മരണമേ നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. സ്തോത്രം. മരണമേ, ഹേ മരണമേ നിൻ ജയം എവിടെ? ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55, 56, 57 വാക്യം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ നിൻ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ളൊരു ചോദ്യത്തോടുകൂടെ, മരണമേ നിന്റെ ആമേൻ ശക്തി എവിടെ? ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇവിടെ ആമേൻ പരിഹസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, പരിഹസിക്കുന്നത് പോലെ എന്ത് ചെയ്യാ? സംസാരിക്കുന്നു. ആമേൻ. എന്തുകൊണ്ട്? കാരണം ഉയർപ്പ് മരണത്തിന്റെ പല്ല് പിഴുതു കളഞ്ഞു. ആമേൻ. മരണം ഇനി ഭീഷണി മാത്രം. ഹല്ലേലൂയ. അതിന് അധികാരമില്ല എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. കണ്ണീർ ഇനി താൽക്കാലികം. ആമേൻ. അത് നിത്യവാസമല്ല കേട്ടോ. ആമേൻ.
നിന്റെ പ്രശ്നം സ്ഥിരമല്ല. ആമേൻ, അതിന് കാലപരിധിയുണ്ട്. ഇന്ന് രാത്രിയിലും ആമേൻ ചില വിഷയങ്ങളുടെ മുമ്പിൽ ആമേൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരോട് ഹല്ലേലൂയ ആമേൻ അതേ വിടാതെ കണ്ട് പിന്തുടരുന്ന ആമേൻ ചില പ്രശ്നങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ആമേൻ മരണം ഇനി ഭീഷണി മാത്രമാ, അതിന് അധികാരമില്ല. കണ്ണീർ ഇനി താൽക്കാലികം, നിത്യവാസം അല്ല. നിന്റെ പ്രശ്നം സ്ഥിരമല്ല, അതിന് ഒരു കാലപരിധിയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ അതേ ആരെങ്കിലും ആമേൻ ശ്രമിക്കുന്നെങ്കിൽ പ്രവചനാത്മാവിൽ ഇന്ന് രാത്രി നിങ്ങളോട് ആമേൻ പറയുവാൻ ദൈവം നൽകുന്ന നിയോഗം, നിന്റെ ജീവിതത്തിൽ ഇത് തീർന്നുവെന്ന് കരുതിയ മേഖലകളിൽ ദൈവം ആമേൻ ഇത് തുടങ്ങുന്നു. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗത്തോടെ ഇതിനകത്ത് ആമേൻ ആയിരിക്കുന്ന ചില ജീവിതങ്ങളോട് പറയട്ടെ, ആമേൻ നിന്റെ ജീവിതത്തിൽ അതേ തീർന്നു എന്ന് കരുതിയ മേഖലകളിൽ ദൈവം ഇത് തുടങ്ങുന്നു എന്ന് പറയുന്നു. അടച്ചു പൂട്ടിയ കല്ലറകൾ തുറക്കപ്പെടുന്നു. മണ്ണ് ഇടിഞ്ഞ സ്വപ്നങ്ങളിൽ ജീവൻ കയറുന്നു. ആമേൻ നീ അടക്കം ചെയ്ത പ്രതീക്ഷകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന രാത്രിയാണ്. ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. റോമാലേഖനം 8-11 ആമേൻ ഇങ്ങനെ അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. വായിച്ചാട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഓ, യേശുവിനെ എവിടുന്ന ഉയർപ്പിച്ചേ? ആമേൻ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. എങ്കിൽ ക്രിസ്തുയേശുവിനെ ആമേൻ. ഇത് കേൾക്കൂ പ്രിയമുള്ളവരെ, ഉയർപ്പ് ഒരു പഴയ സംഭവത്തിന്റെ ഓർമ്മയല്ല. ആമേൻ. ഇത് ഇപ്പോഴത്തെ ആത്മീയ യാഥാർത്ഥ്യമാണ്. ആമേൻ. അത് തന്നെയാണ് ആത്മാവ്, ആ മരണ ശരീരത്തെ ജീവിപ്പിച്ച ആ ആത്മാവ് ഇപ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അതായത് ആമേൻ നിന്റെ ദുർബലതയിൽ അതേ ശക്തിയുണ്ട്, നിന്റെ നിരാശയിൽ പ്രത്യാശയുണ്ട്, നിന്റെ പരാജയത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ ആ പുനരുദ്ധാനം ഒളിഞ്ഞിരിക്കുന്നു. ആമേൻ. ഉയർപ്പ് പറഞ്ഞത് ശത്രു ജയിച്ചില്ല, കല്ലറ അടച്ചിട്ടില്ല, ആമേൻ കഥ അവസാനിച്ചിട്ടില്ല. ആമേൻ. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ രാത്രി ആത്മാവിൽ ചില ജീവിതങ്ങളോട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നീ കല്ലറയുടെ കഥയല്ല, നീ ഉയർപ്പിന്റെ സാക്ഷിയാണ്. നിന്റെ വീട്ടിൽ ജീവന്റെ ശക്തി വ്യാപരിക്കുന്നു. ആമേൻ. വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ആമേൻ തലമുറകളിൽ, ശുശ്രൂഷകളിൽ ഇന്നും ആ ജീവന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആത്മാവിൽ തീ വരുന്നു. നിന്റെ ഭാവിയിൽ പുതിയ പ്രഭാതം ഉദിക്കുന്നു. മരണം അവസാന വാക്കല്ല, ദൈവമാണ് അവസാന വാക്ക്. ഹല്ലേലൂയ. ആ വാക്ക് ഇന്ന് നിനക്കായി പറയുന്നു. ആമേൻ. ഉയർത്തെഴുന്നേൽക്ക. ഹല്ലേലൂയ. ആമേൻ. സ്വർഗാരോഹണം അധികാരത്തിന്റെ ആമേൻ സ്ഥാനാരോഹണമാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഉയർപ്പ് യേശുവിനെ കല്ലറയിൽ നിന്ന് പുറത്ത് ആമേൻ കൊണ്ടുവരുവാനിടയായി. ആമേൻ. പക്ഷേ സ്വർഗ ആരോഹണം അവനെ അതേ സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഇരുത്തുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അതിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. വായിക്കാം. പ്രവർത്തികളുടെ പുസ്തകം 1-ാം 9-ാം വാക്യം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. ആമേൻ. അവൻ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഉയർത്തപ്പെട്ടു. പ്രിയരെ, ഇതൊരു നിശബ്ദമായ വിട പറയലല്ല. ആമേൻ. ഇത് ഒരു രാജകീയ സ്ഥാനാരോഹണം ആണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ മേൽപോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്വർഗം രാജാവിനെ വരവേറ്റു. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് അവന്റെ ത്യാഗം തെളിയിച്ചു. ആമേൻ. ഉയർപ്പ് അവന്റെ ദൈവത്വം തെളിയിച്ചു. ആമേൻ. സ്വർഗാരോഹണം
സ്വർഗാരോഹണം അവന്റെ അധികാരം സ്ഥാപിച്ചു. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 1-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ ആമേൻ ദൈവസഭയ്ക്ക് ആത്മാവ് അഭിഷേകത്തിലൂടെ എഴുതി കൊടുത്തത് ഇങ്ങനെയാണ്. വായിച്ചാലും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സകലത്തിനും മീതെ തലയാക്കി. ആമേൻ. അവനെ സർവ അധികാരത്തിനും ആമേൻ സകല വാഴ്ചകൾക്കും സകല ശക്തിക്കും മേലായി ഇരുത്തി. ആമേൻ. ഹല്ലേലൂയ. മേലായി. ആമേൻ. അതാണ് മുഖ്യ വാക്ക്. ഹല്ലേലൂയ. ആമേൻ. അതെ, രോഗത്തിന് മേലായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അഭാവത്തിന് മേലായി. ആമേൻ. അതെ, പിശാചിന്റെ തന്ത്രങ്ങൾക്ക് മേലായി. ആമേൻ. അതുകൊണ്ട് യേശു മുകളിലിരിക്കുന്നു. ആമേൻ. ഇതിന്റെ അർത്ഥം നിന്റെ പ്രശ്നം താഴെയാ. ആമേൻ. അതെ, നിന്റെ ശത്രു താഴെയാ, നിന്റെ ഭയം താഴെയാ, നിന്റെ സാഹചര്യങ്ങൾ എത്ര വലിയതാണെങ്കിലും അവ ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ്. ഇന്ന് രാത്രി ആത്മാവിൽ ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സകലത്തിനും മേലായി പിശാചിന്റെ തന്ത്രങ്ങൾക്ക് മേലെയായി, അതെ, രോഗത്തിന് മേലെയായി. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിന്റെ രോഗം കീഴിലാണ് കേട്ടോ, നിന്റെ പ്രശ്നം കീഴിലാണ് കേട്ടോ. അതുകൊണ്ട് യേശു മുകളിലായിരിക്കുന്നു. അതിന്റെ അർത്ഥം ആമേൻ അതെ, നിന്റെ പ്രശ്നം താഴെയാണെന്ന്. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയത്തിനകത്ത് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രശ്നം താഴെയാണ്, നിന്റെ ശത്രു താഴെയാണ്, നിന്റെ ഭയം താഴെയാണ്, നിന്റെ സാഹചര്യങ്ങൾ എത്ര വലിയതാണെങ്കിലും അവ ക്രിസ്തുവിന്റെ കാൽ കീഴാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ ചിലരോട് അതെ പ്രഖ്യാപിക്കുന്നു, നീ താഴെയുള്ള യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവനല്ല. ആമേൻ. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കൂടപ്പറപ്പ്, കുഞ്ഞേ, നീ മുകളിലുള്ള സത്യങ്ങൾ അനുസരിച്ച് ആമേൻ നടക്കുവാനിടയാകുക, ജീവിക്കുവാനിടയാകുക. ഭൂമി പറയുന്നു ഇത് അസാധ്യം. ആമേൻ. സ്വർഗം പറയുന്നു എനിക്ക് സാധ്യമാണ്. ആമേൻ. നീ ഏത് ശബ്ദം അതേ കേൾക്കൂ. ഇന്ന് രാത്രി ആമേൻ ഭൂമി ആമേൻ നിന്നോട് പറയുന്നു, സാഹചര്യങ്ങൾ നിന്നോട് പറയുന്നു അസാധ്യം, അസാധ്യം, ഇത് അസാധ്യമാണ്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ആമേൻ, നിന്റെ അസാധ്യമായ മേഖലകളെ നോക്കി പറയുന്നു, എനിക്ക് സകലതും സാധ്യം. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. 2026 വർഷങ്ങൾക്കപ്പുറം തിരുവെഴുത്തും പ്രകാരം ജനിച്ച് ആമേൻ, തിരുവെഴുത്തും പ്രകാരം ജീവിച്ച് ആമേൻ, തിരുവെഴുത്തും പ്രകാരം ക്രൂശിൽ യാഗമായി തീർന്ന യേശു ആമേൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. ആ യേശു മുഖാന്തരം എല്ലാം സാധ്യം. ആമേൻ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ആമേൻ 6-ാം വാക്യത്തിലൂടെ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഇപ്രകാരമാണ്. വായിച്ചാലും ക്രിസ്തുവേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
ചെയ്തു. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആമേൻ. ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തി. ആമേൻ. ഇത് ഭാവി കാലമല്ല, കഴിഞ്ഞ കാല സത്യം. ആമേൻ. ദൈവത്തിന്റെ കാഴ്ചയിൽ നീ ഇതിനകം ആമേൻ അവനോട് കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, നീ താഴെ നിന്ന് മേലോട്ട് കയറുവാൻ ശ്രമിക്കുന്നവനല്ല, നീ മുകളിൽ നിന്ന് താഴെയുള്ള സാഹചര്യങ്ങളെ കാണുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. നീ യുദ്ധഭൂമിയിൽ നിന്ന് പോരാടുന്നില്ല, നീ സിംഹാസനത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രാജാവ് ഉയർന്നിരിക്കുന്നു. ആമേൻ. അവന്റെ മക്കൾ താഴെയല്ല. ആമേൻ. ഇന്ന് ഈ രാത്രി നിന്റെ ആത്മാവിന്റെ ദൃഷ്ടി ഉയരട്ടെ, നിന്റെ വിശ്വാസം ഉയരട്ടെ, നിന്റെ പ്രഖ്യാപനം ഉയരട്ടെ. നീ തോൽവിയുടെ നിലയിൽ നിന്നല്ല ആമേൻ അതെ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ ക്രിസ്തുവിനോട് കൂടെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മഹത്വ സ്ഥാനത്തിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കൂ. ഹല്ലേലൂയ. ആമേൻ. മുകളിലുള്ള ദൃഷ്ടിയോട് നടക്കൂ. ആ സ്വർഗാരോഹിതനായ രാജാവിന്റെ അധികാരത്തിൽ ജീവിക്കൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഉയർപ്പ് പ്ലസ് സ്വർഗാരോഹണം. ആമേൻ. സമം പുതിയ തിരിച്ചറിയലെന്ന് ആമേൻ വചനം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയരേ, ക്രൂശ് നിന്റെ പാപ പ്രശ്നം പരിഹരിച്ചു. ആമേൻ. ഉയർപ്പ് നിന്റെ ജീവൻ പുനഃസ്ഥാപിച്ചു. ആമേൻ. സ്വർഗാരോഹണം നിന്റെ സ്ഥാനം മാറ്റി. ഹല്ലേലൂയ. ഇപ്പോൾ ചോദ്യം, നീ നിന്നെ എങ്ങനെ കാണുന്നു എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ നിന്നെ എങ്ങനെ കാണുന്നു എന്ന് നീ തന്നെ ഒരു ചോദ്യം ചോദിക്കുവാൻ തയ്യാറാകുമോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആമേൻ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. വായിച്ചാലും, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവർ ആയിരിക്കൊണ്ട് മുകളിലുള്ളത് അന്വേഷിപ്പീൻ. ആമേൻ. അതെ, ശ്രദ്ധിക്കൂ, ആയിരിക്കൊണ്ട്. ആമേൻ. അതായത് ഇത് ഒരു സാധ്യതയല്ല, അവൻ ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ഉയർത്തെഴുന്നേറ്റവരുടെ കൂട്ടത്തിലാണ്. ആമേൻ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മുകളിലുള്ളത് അന്വേഷിപ്പീൻ. കാരണം നിന്റെ ഉറവിടം മാറി. ആമേൻ. നിന്റെ തിരിച്ചറിയൽ മാറി. ആമേൻ. നിന്റെ പൗരത്വം മാറി. ആമേൻ. നിന്റെ ചിന്ത മാറുമ്പോൾ ജീവിതവും മാറും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദൃഷ്ടി മാറുമ്പോൾ തീരുമാനവും മാറും. ആമേൻ. നിന്റെ തിരിച്ചറിയൽ മാറുമ്പോൾ നിന്റെ നടപ്പും മാറും. ഹല്ലേലൂയ. അതെ, ഉയർപ്പ് നിന്നെ ജീവിപ്പിച്ചു. അത് നിന്റെ ഉള്ളിലെ ആത്മീയ മരണം അവസാനിപ്പിച്ചു. ആമേൻ. സ്വർഗീയ ആരോഹണം. ആമേൻ. സ്വർഗാരോഹണം നിന്നെ ഉയർത്തി. അത് നിന്റെ സ്ഥാനത്തെ സ്വർഗീയമാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ ആത്മാവിൽ ചോദിക്കുന്നു, നീ ഇപ്പോഴും ആ പഴയ പേരിൽ നിന്നെ ആമേൻ അറിയപ്പെടുമോ? ആ പഴയ സ്വഭാവത്തിൽ നിന്നെ അതെ അറിയപ്പെടുമോ? ഹല്ലേലൂയ. ആമേൻ. ഇപ്പോഴും അപ്രകാരം തന്നെയാണോ നീ ആയിരിക്കുന്നത്? ആമേൻ. നിന്നെ കാണുന്നവർ ആ നിലയിലാണോ നിന്നോട് ഇടപഴകുന്നത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം നിനക്ക് നൽകിയ ആ പുതിയ പേരിൽ, ആ പുതിയ അനുഭവത്തിൽ, ആ പുത്തൻ നിലവാരത്തിൽ ആണോ നീ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. നീ തോൽവിയുടെ മനുഷ്യനല്ല. ആമേൻ. നീ ഉയർപ്പിന്റെ സാക്ഷിയാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ഭൂമിയിലെ ഭയത്തിന്റെ അടിമയല്ല. ആമേൻ. നീ സ്വർഗീയ ആമേൻ അധികാരത്തിന്റെ അവകാശിയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം ആമേൻ അതിന്റെ 17-ാം വാക്യം ആമേൻ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആമേൻ ഇടപെട്ടത് ഇപ്രകാരമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ ആമേൻ 100 പേരോ 1000 പേരോ 5000 പേരോ 10000 പേരോ
പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ദൂത് കൈമാറിയപ്പോൾ പറയുകയാണ്, ഒരുത്തൻ ഇന്ന് രാത്രി ഈ ലൈവിൽ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ആമേൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വ്യക്തി ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആരെങ്കിലും ക്രിസ്തുവിൽ ആകുന്നുവെങ്കിൽ അവൻ പുതിയ സൃഷ്ടി. പഴയ തിരിച്ചറിയൽ ക്രൂശിൽ തറച്ചിരിക്കുന്നു. ആമേൻ. പുതിയ തിരിച്ചറിയൽ ഉയർപ്പിൽ ക്ഷണിച്ചു. ആമേൻ. ഇപ്പോൾ ഹല്ലേലൂയ ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. കുറ്റബോധത്തിന്റെ പഴയ വസ്ത്രം ആമേൻ കീറിക്കളയട്ടെ. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തിൽ നിന്ന് അത് വീഴട്ടെ. പരാജയത്തിന്റെ ഭാഷ നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. നീ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിന്റെ സംസ്കാരത്തിൽ ഹല്ലേലൂയ നടക്കുവാനിടയാകട്ടെ. നീ സാഹചര്യങ്ങൾ കണ്ട് ആമേൻ തകർന്നു പോകുന്നവൻ അല്ല, പോകേണ്ടവൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സത്യത്തെ കണ്ട് നിലകൊള്ളുന്നവൻ. നിന്റെ വീട്ടിൽ പുതിയ തിരിച്ചറിയൽ വരുന്നു. ആമേൻ. നിന്റെ മനസ്സിൽ പുതിയ ചിന്ത വരുന്നു. ആമേൻ. നിന്റെ ആത്മാവിൽ പുതിയ ആത്മവിശ്വാസം ഉയർത്തെഴുന്നേൽക്കുന്നു. ആമേൻ. ഇനി മുതൽ ആമേൻ നീ പറയുക, ഞാൻ ആരാണെന്ന് ലോകം പറയില്ല, ഞാൻ ആരാണെന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നു. ഹല്ലേലൂയ. ഉയർപ്പ് നിന്നെ ജീവിപ്പിച്ചു. ആമേൻ. സ്വർഗ്ഗാരോഹണം നിന്നെ ഉയർത്തി. ഹല്ലേലൂയ. ഇപ്പോൾ നീ പുതിയ തിരിച്ചറിയൽ ആമേൻ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവരാണ്. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ഉറച്ച ഒരു തീരുമാനം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഉച്ചസ്ഥാനം. പ്രിയരേ, പ്രഖ്യാപനം എന്നത് വെറും ആവർത്തനമല്ല, ആത്മീയ അധികാരത്തിന്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം വായിച്ചു. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴിയിൽ വെളിച്ചം പ്രകാശിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഈ ആമേൻ ഉയർപ്പിന്റെ സുദിനത്തിൽ യേശു കർത്താവ് സ്വർഗ്ഗാരോഹണം ആമേൻ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ ആമേൻ അതേ വചനം പറയുന്നു, നീ ഒരു കാര്യം വിധിച്ചാൽ അത് നിന്നെ കുറിച്ച് സ്ഥിരപ്പെടും. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം കൂടെ വായിക്കുക. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. എന്താ അതിന്റെ അർത്ഥം? ആമേൻ. വായാൽ സമ്മതിച്ചാൽ, എന്ത് സമ്മതിച്ചാൽ? ഒന്നും കൂടെ വായിച്ചേ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ഇതുവരെ
ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി അത് സ്വീകരിക്കുവാൻ നീ തയ്യാറാകുക. ആമേൻ. അത് ഏറ്റു പറയുവാൻ തയ്യാറാകുക. ആമേൻ. കർത്താവിനെ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായാൽ സമ്മതിച്ചാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ നാം സ്വർഗത്തോട് യോജിച്ച് സംസാരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റു. ആമേൻ. എന്റെ പ്രതീക്ഷ ജീവനോടെ. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലൂടെ ആമേൻ അതേ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ആമേൻ കൈമാറിയ ദൂതിതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിനു സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ജീവിച്ചിരിക്കുന്ന പ്രത്യാശ. ആമേൻ. അതെ, നിന്റെ പ്രതീക്ഷ മരിച്ചിട്ടില്ല. ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ആമേൻ. യേശു മുകളിൽ ഇരിക്കുന്നു, ഞാൻ താഴെയല്ല. ആമേൻ. കാരണം ആമേൻ വിശുദ്ധ ബൈബിൾ പറയുന്നു, എഫെസ്യ ലേഖനം 1:21 സകലത്തിനും മേലെയായി. ആമേൻ. അവൻ മുകളിലാണെങ്കിൽ നീ അവനോട് കൂടെ മുകളിലാണ്. നിന്റെ പ്രശ്നം നിന്റെ കാൽ കീഴിലാണ്. വായിച്ചാട്ടെ. സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവന് സർവ്വത്തിനു മീതെ സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് സകലവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവിനായിരിക്കുന്നു. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവിനാൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉയർപ്പിന്റെ ശക്തി എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം ആമേൻ 11-ാം വാക്യത്തിൽ ആമേൻ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, നിന്റെ ദുർബലത അവസാനമല്ല, അത് ശക്തിയുടെ തുടക്കമാണ്. ആമേൻ. വൈശാല യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അതേ ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ വായിച്ചു കേൾക്കുന്ന വചനത്തിന്റെ ആഴങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഞാൻ സാഹചര്യങ്ങൾക്ക് കീഴിലല്ല, ക്രിസ്തുവിനോട് കൂടെ മുകളിലാണ്. ആമേൻ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ അതേ ഭൂമിയിൽ നിന്ന് പോരാടുന്നില്ല. ആമേൻ. ഞാൻ സിംഹാസനത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാലോ. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
ആമേൻ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തി. ആമേൻ നീ യുദ്ധഭൂമിയിൽ നിന്ന് പോരാടുന്നില്ല, നീ സിംഹാസനത്തിൽ നിന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയാകുന്ന വിധത്തിൽ ഹല്ലേലൂയ നിന്നെ ഇരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ആമേൻ നിന്റെ ജീവിതത്തിലെ മരിച്ച സ്വപ്നങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ ആമേൻ. അതേ വർഷങ്ങളായി നീ അടക്കം ചെയ്ത പ്രതീക്ഷകൾ വീണ്ടും ആമേൻ ശ്വാസമെടുക്കുന്നു. ഹല്ലേലൂയ ആമേൻ. നിന്റെ കുടുംബത്തിൽ ആത്മീയ ഉണർവ് ആരംഭിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും ആമേൻ യേശുവിന്റെ പുനരുത്ഥാനം കൊണ്ട് ആമേൻ എന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം ചെയ്തിരിക്കുന്ന ഈ മഹത്തായ കാര്യങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്കുവാനിടയാകും? എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവേ, ഉയർപ്പിന്റെ ശക്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗാരോഹണത്തിന്റെ അധികാരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ഞാൻ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചിരുന്നു, ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ആണെങ്കിൽ എന്റെ ജീവിതത്തിന്റെ വാതിലുകളും അവിടുത്തെ നിയന്ത്രണത്തിൽ ആണ് എന്ന് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ മരിച്ച സ്വപ്നങ്ങൾ ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. ആമേൻ. അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടുന്നതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ ആമേൻ. അതേ മുകളിൽ ഉള്ളതിനാൽ ആമേൻ ഹല്ലേലൂയ ഉയരത്തിലുള്ളതിൽ മനസ്സ് വെച്ചുകൊണ്ട് ഭൂമിയിലെ ഭയങ്ങളിൽ നിന്ന് ആമേൻ എന്റെ കണ്ണുകളെ ഉയർത്തി സ്വർഗീയ സത്യങ്ങളിൽ നടക്കാൻ കർത്താവേ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സഹായിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കല്ലറയുടെ ആമേൻ കഥയല്ല, ഉയർപ്പിന്റെ സാക്ഷിയാണ് ഞങ്ങൾ. ആമേൻ. ഞങ്ങൾ ആമേൻ ഭൂമിയിലുള്ളതല്ല, ആമേൻ സ്വർഗത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഇന്നു മുതൽ ഹല്ലേലൂയ ഭയത്തിന്റെ ഭാഷ സംസാരിക്കാതെ വിജയത്തിന്റെ ഭാഷ സംസാരിക്കുവാൻ, പരാജയത്തിന്റെ ചിത്രം കാണാനല്ല മഹത്വത്തിന്റെ ദർശനം കാണുവാൻ കർത്താവ് ഇടയാക്കണമേ. ഇന്ന് രാത്രി ആമേൻ ഒരു വ്യക്തിയെങ്കിലും ഈ സന്ദേശം ശ്രവിച്ച് ആമേൻ ആമേൻ അവിടുത്തെ ആത്മാവിനോട് ചേർന്ന് ആമേൻ ശിഷ്ടായുസ് ആമേൻ ഈ ഭൂമിയിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ഇടയാകുന്നുവെങ്കിൽ ആമേൻ ഇന്ന് രാത്രി അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകുമല്ലോ. വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെട്ട് കർത്താവേ ആ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആമേൻ ആ സ്വർഗീയ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സുഖകരമായ നിദ്ര എല്ലാവർക്കും കൊടുക്കണം. കേട്ടതുപോലെ ഉയർപ്പിന്റെ പുനരി അവനെവിടെയില്ല, ഉയർന്നിരിക്കുന്നു. കർത്താവേ, ആ ഉയർപ്പ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആമേൻ വരുന്ന ദിവസം ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം സാക്ഷിയാകുന്നു. മരണം തോറ്റു ജീവൻ ജയിച്ചു, കല്ലു നീങ്ങി ഭയം മാറി പുതിയ പ്രഭാതം ഉദിച്ചു. ഉയർത്തെടും നേട്ടരാജാനേ, നിന്റെ നാമം ഉയരട്ടെ. എൻ മരിച്ച സ്വപ്നങ്ങളിൽ നിന്റെ ശ്വാസം നിറയട്ടെ. മുകളിലിരിക്കുന്നു നീ സകലത്തിനും മേലായി. എൻ പ്രശ്നങ്ങൾ താഴെ നിന്റെ കാൽ കീഴായി. മുകളിലിരിക്കുന്നു നീ സകലത്തിനും മേലായി. എൻ പ്രശ്നങ്ങൾ താഴെ നിന്റെ കാൽ കീഴായി. ഞാൻ കല്ലറയുടെ കഥയല്ല, ഉയർപ്പിന്റെ സാക്ഷിയാണ്. ഞാൻ താഴെയുള്ളവനല്ല, സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവൻ.
മരണം തോറ്റു ജീവൻ ജയിച്ചു. കല്ലു നീങ്ങി ഭയം മാറി പുതിയ പ്രഭാതം ഉദിച്ചു. ഉയർത്തെഴുന്നേറ്റ രാജവേ നിന്റെ നാമം ഉയരട്ടെ. എൻ മരിച്ച സ്വപ്നങ്ങളിൽ നിന്റെ ശ്വാസം നിറയട്ടെ. മുകളിലിരിക്കുന്നു നീ സകലത്തിനും മേലായി. എൻ പ്രശ്നങ്ങൾ താഴെ നിന്റെ കാൽ കീഴായി. മുകളിലിരിക്കുന്നു നീ സകലത്തിനും മേലായി. എൻ പ്രശ്നങ്ങൾ താഴെ നിന്റെ കാൽ കീഴായി. ഞാൻ കല്ലറയുടെ കഥയല്ല, ഉയിർപ്പിന്റെ സാക്ഷിയാണ് ഞാൻ. താഴെയുള്ളവരല്ല, സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവൻ. ജീവിക്കുന്ന പ്രത്യാശ നീ, എൻ ആത്മാവിന്റെ ജ്വാല നീ. ഉയിർപ്പിന്റെ ശക്തിയിൽ എൻ ജീവിതം പുതുതായി. അമ്മേ, ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ദൈവം അനുവദിച്ചാൽ നാളെ പകലിൽ ആരാധനയുമായി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കാളികളാകാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.